ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ തിരുവചനം ഇതാണ്. വെളിപ്പാട് 3:7 വചനം വായിക്കാം. ഫിലദൽഫിയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും. വിശുദ്ധനും സത്യവാനും ആരാണെന്ന് നോക്കാം. അത് ദാവീദിൻ്റെ താക്കോലുള്ളവൻ. ഈ ദാവീദിൻ്റെ താക്കോലുള്ളവൻ ആരാണ്? മത്തായി 1:1 അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയാണ്. അങ്ങനെയെങ്കിൽ ദാവീദിൻ്റെ താക്കോലുള്ളവൻ യേശു ക്രിസ്തുവാണ്. വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. എന്താണ് അരുളി ചെയ്യുന്നത്? ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. ആമേ. ദൈവം നമുക്ക് വേണ്ടി വാതിൽ തുറന്നു വച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിന്റെ കൽപ്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. ഇവിടെ എന്താണ് ചെയ്തത്? വചനം കാത്തു. ഹല്ലേലൂയ. യേശുവിൻ്റെ വചനത്തെ സൂക്ഷിച്ചു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമുക്ക് ഓരോ ദിവസവും വചനം വായിച്ച് അത് നമ്മുടെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അയ്യോടെ നാമം നമ്മൾ നിഷേധിക്കത്തില്ല. ദൈവത്തിൻ്റെ ഹിതം എന്താണോ അപ്രകാരം ജീവിക്കാൻ നമുക്ക് സാധിക്കും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ശത്രു ഈ ദിവസങ്ങളിൽ ദൈവ പദ്ധതി അടച്ചിട്ടുണ്ടെങ്കിൽ അത് തുറക്കേണ്ടതിനും ശത്രുവിൻ്റെ എല്ലാ വഴികളും അടയേണ്ടതിനായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ തിരുവചനത്തിൽ നിന്നിരുന്നുകൊള്ളുന്നു. ആമേൻ.